മുന്തിരിവള്ളികൾ തളിർക്കുക മാത്രമല്ല കായ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അടൂർ നഗരത്തിൽ. അടൂർ നഗരത്തിലെ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് തളിരിട്ട് മുന്തിരിക്കുലകളും പേറി നിൽക്കുന്ന മുന്തിരിത്തോട്ടം കണ്ണിനും മനസ്സിനും കുളിരുള്ള കാഴ്ചയാണ്. ബൈപ്പാസ് റോഡരികിൽ വിശുദ്ധ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയങ്കണത്തിലാണ് മുന്തിരിവള്ളികൾ തളിരിട്ട് നിൽക്കുന്നത്. കൊടും ചൂടിലും ഹരിതാപ പൊഴിച്ച് പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളികൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന മുന്തിരിക്കുലകൾ കുളിരുള്ള കാഴ്ചയാണ്. 4 വർഷം മുൻപ് പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് അന്നത്തെ ഇടവക വികാരി ഫാദർ ജോജി കെ ജോയിയുടെ നേതൃത്വത്തിൽ പള്ളിക്ക് മുന്നിൽ മുന്തിരിത്തൈകൾ നടുന്നത്. നഴ്സറിയിൽ നിന്നും വാങ്ങിയ 2 ഇനം മുന്തിരിത്തൈകളാണ് നട്ടത്. 1 വർഷത്തിനുള്ളിൽ തൈകൾ പടർന്നു പന്തലിക്കാൻ തുടങ്ങി. ഇതനുസരിച്ച് യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പന്തലൊരുക്കി നൽകി. ഇപ്പോൾ 4 സെന്റോളം സ്ഥലത്ത് മുന്തിരിത്തോട്ടം പടർന്നു കഴിഞ്ഞു. ആദ്യത്തെ വിളവെടുപ്പ് പള്ളിയിൽ വെച്ച് ലേലത്തിൽ വിൽക്കുകയായിരുന്നുവെന്ന് ഭരണസമിതി സെക്രട്ടറി മോബൻ കോശി പറഞ്ഞു. ഈ മുന്തിരിത്തോട്ടം ഇവർ അടൂരെ വിവിധ നഴ്സറികളിൽ നിന്നും തൈകൾ മേടിച്ച് ഇവിടെ നടുകയാണ് ചെയ്തത്. അന്ന് ആദ്യ സമയത്ത് ഇത് വളർന്നു വരുന്ന അനുസരിച്ച് അവർ പന്തലിട്ട് കൊടുത്തുവെങ്കിൽ 1 വർഷക്കാലം ഇതിൽ മുന്തിരിഞ്ഞ ഒന്നും കായ്ക്കുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ അവർ പിന്നീട് എല്ലുപൊടി അതുപോലെ വിവിധ കോഴി കടകളിൽ നിന്ന് കോഴിച്ചോരയും മറ്റ് വേസ്റ്റുകളും ഒക്കെ ഇട്ട് ഇതിനെ പരിപാലിച്ചപ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങി, നല്ല രീതിയിൽ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ കാണാൻ സാധിക്കും ഇതിന് അങ്ങിങ്ങായിട്ട് മുന്തിരിക്കുലകൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അന്ന് ആദ്യ ഫലം ഇതിൽ നിന്ന് ആദ്യമായിട്ട് ലഭിച്ച 2 ഇനം മുന്തിരികളാണ് അവർ നട്ടത്. ഒന്ന് കറുത്ത മുന്തിരിയും പിന്നൊന്ന് ഇളം റോസ് നിറത്തിലുള്ള മുന്തിരിയുമാണ് ഇതിൽ പിടിച്ചത്. അന്ന് ഇതിന്റെ ആദ്യ ഫലമായ കറുത്ത മുന്തിരി 1 കുല, അതുപോലെ ഇളം റോസ് നിറത്തിലുള്ള മുന്തിരിഞ്ഞ അങ്ങനെ 2-3 കുലകൾ എടുത്തിട്ട് ഒരു ദിവസം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവിടെ ലേലം ചെയ്യുക ആണുണ്ടായത്. അന്ന് അത് ലേലം ചെയ്തപ്പോൾ എല്ലാവർക്കും വളരെ കൗതുകകരമായ ഒരു അനുഭവമായി അത് തീർന്നു. അതുപോലെ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ദൂരെ നിന്നും ആൾക്കാരൊക്കെ ഈ തീർത്ഥാടന കേന്ദ്ര ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. അവർക്കൊക്കെ വളരെ വലിയ ഒരു കൗതുകമായിട്ടാണ് അവരിതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ വിശുദ്ധ ബൈബിളിൽ ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പല ലേഖനങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പള്ളിയുടെ 2 വശത്ത് ഇങ്ങനെ ഈ തഴച്ചു വളർന്നു നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടം വളരെ ഒരു അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാട്ടിലെ കാലാവസ്ഥയിൽ മുന്തിരി വളരുമോ എന്ന ആശങ്ക അസ്ഥാനത്താക്കിയാണ് പരിശുദ്ധ ദേവാലയത്തിനു മുന്നിൽ ബൈബിളിൽ പ്രതിപാദിക്കുന്ന പോലെ മുന്തിരിവള്ളികൾ തണലിട്ടു നിൽക്കുന്നത്. പഴുത്തു പാകമാകുമ്പോൾ ഇളം റോസ് നിറമാകുന്ന മുന്തിരിയാണ് കായ്ച്ചു നിൽക്കുന്നത്. കറുത്ത മുന്തിരിച്ചെടികൾ നട്ടെങ്കിലും ഇവ നശിച്ചുപോയി. യുവജന പ്രസ്ഥാന അംഗങ്ങൾക്കൊപ്പം പള്ളി സൂക്ഷിപ്പുകാരൻ ഡാനിയൽ ഉണ്ണുണ്ണിയും മുന്തിരിത്തോപ്പിനെ മക്കളെ പോലെ പരിപാലിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകുന്നുണ്ട്. 4 മൂട് മുന്തിരിയാണ് പടർന്നു പന്തലിച്ച് 4 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇടവക വികാരി ഫാദർ തോമസ് പി മുകളിൽ, ട്രസ്റ്റി വി.ഒ. ഫിലിപ്പ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാം മുന്തിരിത്തോപ്പിന്റെ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണ് നൽകുന്നത്. പള്ളിക്ക് മുന്നിൽ യഥാർത്ഥ മുന്തിരിത്തോട്ടമുണ്ടെങ്കിലും പള്ളിയുടെ കൽത്തൂണുകളിൽ കറുത്ത മുന്തിരിവള്ളികൾ പടർന്നു കയറുന്ന ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. ശതാബ്ദി നിറവിലേക്കെടുക്കുന്ന ദേവാലയമുറ്റത്ത് ഐശ്വര്യവും പൊഴിച്ചു നിൽക്കുകയാണ് ഹരിതാഭം നിറയുന്ന മുന്തിരിത്തോട്ടം. വിശുദ്ധ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ് ഈ മുന്തിരിത്തോപ്പ് പടർന്നു പന്തലിച്ച് കായ്കളുമായി നിൽക്കുന്നത്. മുന്തിരിക്കുലകൾ അവിടെ തൂങ്ങിക്കിടക്കുന്ന ആ കാഴ്ച മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒന്നാണ്. ബൈബിളിൽ മുന്തിരിത്തോപ്പുകളെക്കുറിച്ച് പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ഇത്തരത്തിൽ ഒരു മുന്തിരിത്തോപ്പ് പടർത്തിയത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ആണ് ഇതിന്റെ തൈ കൊണ്ടുവന്ന് ഇവിടെ നട്ട് അതിനെ പരിപാലിച്ചു പോകുന്നത്. അതിനൊപ്പം പള്ളി സൂക്ഷിപ്പുകാരനായ ദാനിയൽ ഉണ്ണുണ്ണിയും ഇതിന്റെ ദിവസവുമുള്ള പരിചരണം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അടൂർ നഗരത്തിന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ അടൂർ നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഈ മുന്തിരിവള്ളികൾ തളിരിട്ട് കായ്ച്ചു നിൽക്കുന്നത്.